എല്ലാവർക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ട്രിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ളതും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മളതിൻ്റെ ഓൾറെഡി അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അന്നേരം ഒത്തിരി കുട്ടികൾ, ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു മെത്തേഡും ഇല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ഉള്ള ഒത്തിരി പേര് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഷോർട്ട് ട്രിക്കായിട്ട് പഠിപ്പിക്കുമ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആകുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലർക്ക് പക്ഷേ അതിൻ്റെ മെത്തേഡ് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മെത്തേഡ് ഉൾപ്പെടെയുള്ള ആ ക്ലാസ്സാണ് തരാൻ പോകുന്നത്. നിങ്ങളങ്ങോട്ട് പഠിച്ചോണം. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, നമ്മളിതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയായിരുന്നു. നോക്കിയാണ് x ഈക്വൽ ടു a cos റൈസ് ടു 10 തീറ്റ, y ഈസ് ഈക്വൽ ടു a sin റൈസ് ടു 10 തീറ്റ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് dy ബൈ dx? ഇതായിരുന്നു. അപ്പോൾ ഈ പവർ ഇപ്പോൾ 10 അല്ല, 15 അല്ല, 50 അല്ല, 1000 ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒറ്റ പ്രശ്നമില്ല കേട്ടോ. ഏത് പവറാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് പഠിപ്പിച്ചത് ചെയ്യാം. അതിനുവേണ്ടി x ഈക്വൽ ടു a cos റൈസ് ടു n തീറ്റ, y ഈസ് ഈക്വൽ ടു a sin റൈസ് ടു n തീറ്റ. കണ്ടല്ലോ, അപ്പോൾ n ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഏത് പവറും വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് dy ബൈ dx? നമുക്കറിയാം dy ബൈ dx ഇത് പാരാമെട്രിക് ആണ്. dx ബൈ d തീറ്റ, dy ബൈ d തീറ്റ, dy ബൈ dx ബൈ dy ബൈ dx വേണമെങ്കിൽ dy ബൈ d തീറ്റ ബൈ dx ബൈ d തീറ്റ. ഇതാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് മണ്ടയ്ക്കോട്ട് എഴുതാം. എല്ലാവരും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. a ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ റൈസ് ടു n തീറ്റ? ഫസ്റ്റ്ലി ദിസ് കൺസിഡർഡ് ആസ് x റൈസ് ടു n. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n? x റൈസ് ടു n മൈനസ് 1. അപ്പോൾ സൈൻ റൈസ് n എന്ന് പറയുമ്പോൾ n ഇൻറ്റു സൈൻ റൈസ് ടു n മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈസ് n ഇൻറ്റു സൈൻ റൈസ് ടു n മൈനസ് 1. ശരിയല്ലയോ? ഇൻറ്റു പിന്നെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എത്ര വരുമോനെ? കോസ് തീറ്റ. ഓക്കെ, അതേപോലെ ഇവിടെ വരുമ്പോൾ നോക്കിക്കോണം. a കോസ് റൈസ് ടു n തീറ്റയുടെ വരുമ്പോൾ a ഇൻറ്റു കോസ് റൈസ് എന്നിൻ്റെ വരുമ്പോൾ n ഇൻറ്റു കോസ് റൈസ് ടു n മൈനസ് 1 തീറ്റ. പിന്നെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എത്ര വരും? മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. a ക്യാൻസൽ, n ക്യാൻസൽ. ഇനി നോക്കിക്കേ, ഇവിടെ കോസ് റൈസ് n മൈനസ് 1. അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. കോസും കോസ് റൈസ് n മൈനസ് 1 വരുമ്പോൾ ഡിനോമിനേറ്റർ കോസ് റൈസ് ഒന്നുകൂടെ കുറഞ്ഞ് n മൈനസ് 2 പോകുമോനെ? കോസ് റൈസ് n മൈനസ് 2. ഇത് തമ്മിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ റൈസ് n മൈനസ് 1 ബൈ സൈൻ. അപ്പോൾ ഒരു പവറൂടെ കുറഞ്ഞ് ന്യൂമറേറ്റർ സൈൻ റൈസ് ടു n മൈനസ് 2 തീറ്റയാവും. കണ്ടോ, ഒരു ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡിഗ്രിയുടെ കുറയത്തില്ലയോ? അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്? സൈൻ റൈസ് ടു n മൈനസ് 2 ഉണ്ട്, കോസ് റൈസ് ടു n മൈനസ് 2 ഉണ്ട് അല്ലേ? ആൻസർ വരുമ്പോൾ ടാൻ റൈസ് ടു n മൈനസ് 2 തീറ്റ. ഈ മൈനസ് ചേരുമ്പോൾ ആൻസറായി, ഞാൻ പറഞ്ഞ പോലെ ആയി. കണ്ടല്ലോ, ഇവിടെ n, അപ്പോൾ ഇവിടെ എത്രയായി? n മൈനസ് 2, 2 ഡിഗ്രി കുറവ്. ഓക്കെ, ആൻസറിൽ ഒരു മൈനസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എന്നുകൾ ഇവിടെ ആരാമോനെ നോക്കിക്കേ, 10കളാണ് അല്ലേ? 100കളായിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 10000ങ്ങളായിക്കോട്ടെ, പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാൻ. ഇതേപോലെ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ട്രിക്സുകളും ലോജിക്കും കോൺസെപ്റ്റും നമ്മുടെ ഓപ്ഷൻസൊക്കെ തരുന്നതിനെ യൂസ് ചെയ്യാൻ പഠിക്കണം, എന്നെങ്കിലും നമുക്ക് ഈസി ആകത്തുള്ളൂ. അല്ല നമ്മളൊരു പോക്കിനങ്ങ് പോകും ചെയ്ത് ഓപ്ഷൻസ് അവിടെ കിടപ്പുണ്ട്. എടാ നീ എന്നെ ഒന്ന് നോക്കിയിട്ട് പോടാ, ഓപ്ഷനെ നോക്കിയിട്ട് പോടാ, അങ്ങനെയാണെങ്കിൽ ഇത്രയൊന്നും ഓടണ്ടടാ, ഇവിടെ വെച്ച് ആൻസർ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളതും പഠിക്കണം. അല്ല നമ്മൾ ചുമ്മാതെ എപ്പോഴും ചെയ്യുന്ന പോലെ ആൻസർ കിട്ടുന്ന പോലെ അങ്ങ് പോകും. അങ്ങനെയല്ലായിരിക്കും. എപ്പോഴും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്, ഒന്നും ഇല്ലായിരിക്കും. പക്ഷേ ആ ഓപ്ഷനുള്ളപ്പോൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ ആൻസർ എളുപ്പം കിട്ടുകയും ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ ആൻസർ വരുമ്പോൾ നോക്കിക്കേ മോനെ, ഇത് 10കളായി. അപ്പോൾ ആൻസർ വരുമ്പോൾ മൈനസ് ടാൻ റൈസ് എത്ര വരും മോനെ? 8 തീറ്റ. 10, 2 കുറയുമ്പോൾ 8 മൈനസ്. ഓക്കെ ആയല്ലോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് എയും ഇവിടെ ബിയും വന്നു കഴിഞ്ഞാൽ ഒരു a ബൈ ബി എന്ന് എഴുതണം, അത്രയേ ഉള്ളൂ കേട്ടോ. സോറി, b ബൈ a, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. b ബൈ a എഴുതണം. അങ്ങനെ വരുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ 2 a യൂസ് ചെയ്ത് ക്യാൻസലായി പോയി, അല്ലെങ്കിൽ ബിയും ഇവിടെ എഴുതുമ്പോൾ മൈനസ് b ബൈ a ടാൻ റൈസ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. x ഈക്വൽ ടു a കോസ് റൈസ് ടു 500 തീറ്റ, y ഈസ് ഈക്വൽ ടു a സൈൻ റൈസ് ടു
500 theta. Okay, then what is dy by dx starting from minus and tan raised to 500 2 പറഞ്ഞാൽ 498. ഓക്കെ, പിന്നെ ഒരു 498 തീറ്റ, അത്രയേ ഉള്ളൂ, പിന്നെ അല്ല അല്ലേ? എന്തെളുപ്പം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം പഠിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പവർ ആണെങ്കിലും ക്ലിയർ ആയല്ലോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും, കാരണം എൻട്രൻസ് ഒത്തിരി എഴുതുന്നവരുണ്ടാവും, പക്ഷേ ചുമ്മാതെ പോയി എഴുതുന്നവരായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിക്സ് കിട്ടിയാൽ അത് ഉപയോഗിക്കാം. ഗുഡ് ബൈ.